നമസ്കാരം. രുചിഭേദത്തിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ രുചിഭേദത്തിലെ സോയ സ്പെഷ്യൽ ഡിഷസിൽ സോയ ചങ്ക്സ് വറുത്തരച്ചതാണ്. സോയ ചങ്ക്സ് നമുക്ക് വളരെ ആരോഗ്യപ്രദമാണ്. ധാരാളം പ്രോട്ടീനും മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് സോയ ചങ്ക്സ്. അതും നമ്മളുടെ നാടൻ ശൈലിയിൽ വറുത്തരച്ചതാകുമ്പോൾ കുറേ കൂടി കഴിക്കാൻ വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ആരോഗ്യത്തിനും ഉപകാരപ്രദം പോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ സോയ പ്രിപ്പറേഷൻ നമുക്കൊന്ന് കാണാം. സോയ ചങ്ക്സ് വറുത്തരച്ചത്. സോയ വറുത്തരച്ചതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: സോയ ചങ്ക്സ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ, മല്ലിപ്പൊടി, ചുവന്നുള്ളി, വെളുത്തുള്ളി, തേങ്ങ, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. സോയ വറുത്തരച്ചതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വറുത്തരച്ച കറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് വറുത്തരച്ചതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നതാണ് സോയ ചങ്കാണ്. സോയ ചങ്ക് എന്ന് പറഞ്ഞാൽ ബീൻസിൻ്റെ പയറുണ്ട്. സോയാബീൻ പയറിൽ നിന്ന് പാലും സോയ സോസും മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ എടുത്തതിന് ശേഷം വരുന്ന മൊളാസസാണ്. അത് കുതിർന്ന സാധനം. അതിൽ ജലാംശം നീക്കി മെഷീനിൽ കൂടി ഇത്തരത്തിൽ ഷേപ്പാക്കി ഉണക്കിയെടുത്ത് പാക്കറ്റിനകത്ത് വരുന്നതാണ് സോയ ചങ്ക്. നമ്മുടെ മാർക്കറ്റിലേക്ക് ഇത് കിട്ടും ധാരാളമായിട്ട്. ഗ്രാമപ്രദേശത്തുള്ള എല്ലാ കടകളിലും പാക്കറ്റിനകത്ത് വരുന്നുണ്ട്. 8 രൂപ 10 രൂപ വിലയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഈ സാധനം നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ആദ്യം കറി വെക്കുന്നതിന് മുമ്പ്, നമ്മൾ കറി പാചകം ചെയ്യുന്നതിന് മുമ്പ് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന രീതി: വെള്ളം തിളപ്പിച്ച് ഒരു തിളച്ച വെള്ളത്തിൽ ഒരു 15-20 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ രൂപത്തിൽ കിട്ടും. ഇത് ബോയിൽ ചെയ്തെടുത്താണ്. ബോയിൽ ചെയ്തെടുത്തിട്ട് ഇത് വെള്ളം ഊറ്റിക്കളയണം. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിനകത്ത് തന്നെ വെള്ളം ഒരുപാട് സ്റ്റോർ ചെയ്യും. കാരണം ഇത് സ്പോഞ്ചിൻ്റെ ഒരു സ്വഭാവമുള്ളതാണ്. കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് ഹോൾസ് ഉണ്ട്. അതിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്തിരിക്കും. ആ വെള്ളത്തിന് ശരിക്കും നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ചെയ്ത് പോകും. അതിന് ശേഷം വേണം കുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ വെള്ളം അതിനകത്ത് കെട്ടിക്കിടന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു സോഗിയായിട്ട് കിടക്കും. സോയാ സോസ് നമ്മൾ ബോയിൽ ചെയ്ത് ഊറ്റുന്ന കാര്യം ഇതിനു മുമ്പുള്ള പല എപ്പിസോഡിലും, കാരണം ഇപ്പം ഇതിനു മുമ്പ് കുറച്ച് എപ്പിസോഡുകൾ സോയാ സോസ്, സോയ മീറ്റ് കൊണ്ട് തന്നെയുള്ള അനവധി പ്രിപ്പറേഷൻ ഞാൻ കാണിച്ചു. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം ഇതേ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേൾക്കുന്നവർക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് കാണാതെ മിസ്സാകുന്ന പല എപ്പിസോഡും, ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ആദ്യത്തെ എപ്പിസോഡായിരിക്കും ചിലർ കാണുന്നത്. അത് അവർക്ക് വേണ്ടിയാണ്, മിസ്സായവർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു കോമൺ നേച്ചർ പറയുന്നുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളിത് ബോയിൽ ചെയ്ത് ഊറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വറുത്തരപ്പുണ്ടാക്കണം. വറുത്തരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വറുത്തരയ്ക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ ചുമന്നുള്ളി ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. കാരണം വറക്കുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചേർത്ത്. ഇത് എളുപ്പത്തിലുള്ള വറുത്തരപ്പാണ്. സാധാരണ വീട്ടിലൊക്കെ പണ്ടത്തെ നമ്മൾ വറുത്തരപ്പ് നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കുള്ള വറുത്തരപ്പ് മുളകും മല്ലിയൊക്കെ ഓളായിട്ട്, മല്ലിയും മുളകും ഒക്കെ വറുത്ത് അരകല്ലിൽ അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ് വറുത്തരപ്പ്. പക്ഷെ നമുക്കിപ്പോൾ ഇന്നത്തെ ഈ ഫാസ്റ്റ് ലൈഫിൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാരണം ടൗണിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിലും ജോലിക്കാർക്കും ഒക്കെ ആണെങ്കിൽ അതൊക്കെ സമയം ഒരുപാട് എടുക്കുന്നവർക്കായതുകൊണ്ട് അതിനെ കുറച്ചുകൂടി ലഘൂകരിച്ചിട്ടുള്ളൊരു രീതിയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വറുത്തരയ്ക്കാനായിട്ട് തേങ്ങയൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. ശകലം കോക്കനട്ട് ഓയിൽ ചേർക്കണം വറക്കാൻ വേണ്ടിയിട്ടാണ്. ശകലം വെളിച്ചെണ്ണ നല്ലതാണ്. കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും. വെളുത്തുള്ളി വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. അതിൻ്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, അത്രയേ ഉള്ളൂ. വെളുത്തുള്ളി നിർബന്ധമല്ല. കാരണം ആദ്യം ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ മുളകും മല്ലിയല്ല നമ്മൾ ചേർക്കുന്നത്. പകരം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഒന്ന് എടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഇടുന്നതിന് മുമ്പ് നമ്മൾ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഇതിട്ട് കുറച്ച് കറിവേപ്പില അതിനകത്തിട്ട് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കും. ഓവറായിട്ട് ബ്രൗൺ ആണ്, ചെറുതായിട്ട് ഹാഫ് കുക്ക് ചെയ്തെടുക്കുക. ഹാഫ് കുക്ക് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മളിനി ഇടുന്നത് തേങ്ങയാണ്. ചിരണ്ടിയ തേങ്ങ ചിരണ്ടിയത് ഇടുമ്പോൾ തീ അധികം ഓവറാവരുത്, കാരണം കരിഞ്ഞു പോകും, തേങ്ങ വേഗത്തുമില്ല. അപ്പോൾ ചെറിയ തീയിൽ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ ചെറു തീയിൽ വേവിക്കുന്നത് കാരണം കരിഞ്ഞു പോകാതിരിക്കാനാണ്. തേങ്ങ നമ്മൾ എടുക്കുന്ന തേങ്ങ കുറച്ച് മൂത്ത തേങ്ങയാണെങ്കിൽ അരപ്പിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. തേങ്ങ
അതായത് മൂപ്പ് കുറവുള്ള തേങ്ങയാണെങ്കിൽ വറുത്തരപ്പിന് പൊതുവെ ടേസ്റ്റ് കുറവായിരിക്കും. വറുത്തരപ്പ് നമ്മുടെ നാടൻ കറി തന്നെയാണ്. പക്ഷെ നാടൻ കറിയാണെങ്കിലും ഇന്ന് ഒരുപാട് പേർക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ശരിക്കും വറുത്തരപ്പ് വെക്കാൻ അറിയത്തില്ലാത്തവരുണ്ട്. ഒരുപാട് പ്രേക്ഷകർ വിളിക്കുമ്പോൾ ഞങ്ങളോട് പറയാറുമുണ്ട്. കാരണം ഇങ്ങനെയുള്ള നാടൻ കറികളെ പറ്റി കൂടുതൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് മിക്ക എപ്പിസോഡുകളിലും നമ്മൾ ഇങ്ങനെയുള്ള നാടൻ കറികൾ ചേർക്കുന്നത്. അതിലുപരിയായിട്ട് സോയ ചങ്ക്സ് എന്ന സാധനം കൊണ്ട് നമുക്ക് വീട്ടിൽ വെക്കുന്ന എല്ലാ കറികളും വെക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു എപ്പിസോഡിൽ സോയ തോരൻ കാണിച്ചിരുന്നു, സോയ കൊണ്ടുള്ള ചൈനീസിൻ്റെ പ്രിപ്പറേഷൻ കാണിച്ചിരുന്നു. ഇനി മുന്നോട്ടുള്ള എപ്പിസോഡിലും സോയ കൊണ്ട് തന്നെയുള്ള വേറെ വിവിധ തരത്തിലുള്ള പ്രിപ്പറേഷനാണ്. ഇത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യുന്ന പോലെ തന്നെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് കൂടുതലും ചേരുവകൾ. ടേസ്റ്റായിട്ട് നമുക്ക് നല്ല കറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സോയ ചങ്ക് അല്ലെങ്കിൽ സോയ മീറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് പോഷക ഗുണമുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. പ്രോട്ടീൻ ധാരാളം ഉള്ളതാണ്. ഒരുമാതിരി എല്ലാ രോഗമുള്ളവർക്കും കഴിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ഇപ്പം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ചേർക്കുകയാണ്. ശരിക്കും വറുത്തരപ്പിൽ പണ്ട് കാലത്തൊക്കെ ചേർത്തുകൊണ്ടിരുന്ന മഞ്ഞൾ ഓളായിട്ടുള്ളതാണ്. മഞ്ഞൾ ചേർത്തായിരുന്നു അരയ്ക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് മഞ്ഞൾ ഓളായിട്ടൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. മസാലപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് തീ ഒന്ന് കുറച്ചേക്കണം, കാരണം അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരി. മുളക് പൊടി, റെഡ് ചില്ലി ഇടുന്നതിന് പകരമാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. ഇനി മല്ലി ഇടുന്നതിന് പകരം നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി. പിന്നെ മസാലകളൊക്കെ നമ്മൾ ചേർക്കുന്നത് ശരിക്കും കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെയാണ് ചേർക്കുന്നത്. അതിന് പകരം നമ്മൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള മസാലപ്പൊടിയാണ്, ഗരം മസാല പൗഡർ. ഇത്രയും ചേർത്ത് ശരിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും, പക്ഷേ എങ്കിലും മസാലപ്പൊടി ചേർത്തുന്നോർത്ത് വറുത്തരപ്പിൻ്റെ ടേസ്റ്റ് കുറയത്തൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ വറുത്തരപ്പിന് വേണ്ട അരപ്പ് ഉള്ള തേങ്ങയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മൾ മുമ്പ് വറുത്തെടുത്ത കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചിരുന്ന പോലെ തന്നെ ഈ വറുത്തെടുത്ത തേങ്ങയൊക്കെ അരച്ചെടുത്താണത്. നമ്മളൊരു വറുത്തെടുത്ത അരപ്പ് ശരിക്കും അരച്ചെടുത്താണ്. ഇനിയിപ്പോൾ ഈ വറുത്തരപ്പിൽ നമ്മൾ സോയ മീറ്റ് വേവിച്ചെടുക്കുകയാണ്. നമ്മളൊരു ഫ്രൈ പാനിലേക്ക് വറുത്തരപ്പ് ആവശ്യത്തിനുള്ള, നമുക്കിപ്പോൾ ഒരു പോർഷനാണെങ്കിൽ ആവശ്യത്തിനുള്ള, ഇപ്പം നമ്മൾ അരച്ചത് കൂടുതലുണ്ട്, അത് നമുക്ക് അത്രയും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അതിനാവശ്യത്തിനുള്ള അരപ്പ് ഇതിൽ എടുക്കുമ്പോൾ ആ കല്ല് അല്ലെങ്കിൽ ഗ്രൈൻഡർ കഴുകിയെടുക്കുന്ന വെള്ളമാണ് ശരിക്കും ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ അധികം വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തുകൊണ്ടാണ് വെള്ളം ചേർക്കാത്തത്. അതിന് പകരം മിക്സി വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ മിക്സി അങ്ങോട്ട് കഴുകുന്ന ആ വെള്ളത്തിൽ തന്നെ കറി അരപ്പ് അതുപോലെ കലക്കിയെടുത്താൽ മതി. നമ്മളിപ്പോൾ ആ ഗ്രേവി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കാരണം പ്രോട്ടീനാണ് സോയക്കകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇപ്പോൾ അനവധി റിപ്പോർട്ടുകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ച്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ശരിക്ക് ഗ്രേവി നന്നായിട്ട് തിളയ്ക്കണം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഗ്രേവിയാണ് ശരിക്കും ഇതിനകത്ത് അരച്ചെടുക്കുന്നത്. എന്നാലും സോയയും വെന്തമാണ്.
പക്ഷേ എങ്കിലും ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ശരിക്കും ആ സോയ ഒന്നുകൂടി ഒന്ന് വേകുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എങ്കിലും അതിലേക്ക് ആ പീസിൽ ശരിക്കും ഈ ഗ്രേവിയുടെ ഉപ്പും ടേസ്റ്റ് എരിവും പുളിയൊക്കെ ശരിക്കും പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനെ തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കറിയാം കറിയുടെ കൊഴുപ്പ് നല്ല കൊഴുപ്പായിട്ടുള്ള ഇത് കിട്ടും. ഇപ്പോൾ നമ്മൾ ആദ്യം ചേർത്തിരുന്ന ഗരം മസാല നമ്മൾ ചേർത്ത തേങ്ങയുടെ അളവിനുള്ളത് ചേർത്തിരുന്നത്. അഥവാ അതിന് നമ്മൾ നോക്കിയിട്ട് ഇതിന് ഗരം മസാലയുടെ ഫ്ലേവർ കുറവാണെങ്കിൽ നമുക്ക് ശകലം ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഞാൻ ആദ്യം ചേർത്തിരുന്ന കുറവായിരുന്നു, അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത് കുറച്ച്. അപ്പോൾ നല്ലൊരു ഗരം മസാലയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. മസാലയുടെ ഫ്ലേവറാണ് ശരിക്കും വറുത്തരച്ചതിന് ഫ്ലേവർ കൊടുക്കുന്നത് ഗരം മസാലയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി ഇതിന് നമുക്കൊന്ന് കടുക് താളിക്കാം. കടുക് താളിക്കാൻ നമുക്ക് നിർബന്ധമല്ല, നമുക്ക് ഇഷ്ടമാണ്, ആവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് കടുക് താളിക്കാം. ഇപ്പോൾ നമ്മൾ വറുത്തരച്ച കറി മാറ്റി വെച്ചു. ചെറുതായിരുന്നു കടുക് താളിക്കാൻ. കടുക് അതുകൊണ്ടാണ് ചെറിയ ഉള്ളി നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വറുത്തരപ്പിന് വേണ്ടിയിട്ട് റൗണ്ട് സ്ലൈസ് ചെയ്തെടുക്കും. റൗണ്ട് സ്ലൈസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫ്രൈ ആയി വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ സോയ വറുത്തരച്ച കറി റെഡിയാക്കി വെച്ചു. ശരിക്കും വറുത്തരച്ച കറി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കോഴിയും പച്ചക്കറി വറുത്തരച്ച് പൊതുവെ കുറവാണ്. സാമ്പാർ വെക്കാറുണ്ട്, വറുത്തരച്ച സാമ്പാർ, അതുപോലെ തീയൽ ഒക്കെയാണ് വെക്കാറുള്ളത്. പക്ഷേ എന്നാൽ സോയ മീറ്റ് കൊണ്ട് വറുത്തരച്ച കറി ചെയ്യുമ്പം ശരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നല്ല ടേസ്റ്റുള്ളൊരു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് അതൊക്കെ ചെയ്യാനും നല്ല സമയങ്ങളൊക്കെ വളരെ കുറവാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എപ്പോഴും കാണും. ഇന്നത്തെ വീടുകളിലൊക്കെ ചുമന്ന മുളക് മല്ലിയൊക്കെ മേടിച്ച് വെക്കുന്നത് വളരെ വിരളമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം സാധനങ്ങളെല്ലാം ചേർത്ത് നമുക്ക് പെട്ടെന്ന് വളരെ
എല്ലാ പ്രേക്ഷകരും സോയ ചങ്ക്സ് വറുത്തരച്ചത് കണ്ടു കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പരീക്ഷിക്കണം. ആരോഗ്യത്തിന് ഇത്രയും ഉപകാരപ്രദമായ പ്രിപ്പറേഷൻസ് നമുക്ക് നമ്മുടെ നാടൻ ശൈലിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. എല്ലാവരും അത് പരീക്ഷിക്കണം. വീണ്ടും നമുക്ക് രുചിഭേദത്തിൻ്റെ മറ്റൊരു സോയ സ്പെഷ്യൽ എപ്പിസോഡിൽ കൂടി കണ്ടുമുട്ടാം. നന്ദി.